Yeah. Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് സ്പെഷ്യൽ വീഡിയോ ഒന്നല്ല, നോർമൽ വീഡിയോ തന്നെ. എക്സൈറ്റ് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 45mm അല്ല കേട്ടോ, 49mm ആണ്. 49mm ആണിത്. പിന്നെ അതേപോലെ തന്നെ ഇതിലെല്ലാം അലിപേ, NFC, പിന്നെ വോയിസ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതന്നല്ലേ. അപ്പോൾ അതെല്ലാം സപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചതാണ്. ഇതിൽ 2 കളറാണ് വരുന്നത്. ഒന്ന് സിൽവറും വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. ഞാൻ ഗോൾഡും ബ്ലാക്കും വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് അൺബോക്സ് ചെയ്യാം. ബ്ലാക്ക് എപ്പോഴും അൺബോക്സ് ചെയ്യുന്നല്ല. അപ്പോൾ അൺബോക്സ് ചെയ്യാലോ. കുരട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് സാധനം. Wow, amazing. സ്ട്രാപ്പ് കണ്ട ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ സൈസ് അല്ലേ. ഒരു ഹെവി വലിപ്പമുണ്ട് കേട്ടോ സൈസ്. നോക്കാം നമുക്ക് എന്തായാലും പൊളിച്ചോക്കെ. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തല്ലേ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ സ്ട്രാപ്പ് എങ്ങനെയുണ്ട്? പ്രൂഫ് ചെയ്ത സ്ട്രാപ്പ് ഇത് വന്നിട്ടുണ്ട്, ചാർജർ വയർലെസ്. അതേപോലെ തന്നെ യൂസർ മാനുവലും പിന്നെ ഇതിന്റെ പ്രൈസും ചെറിയ പ്രൈസ് അല്ലോ കേട്ടോ, വലിയ പ്രൈസ് ഇല്ല. നല്ല അടിപൊളി സാധനമാണ്. ഇതാണ് സാധനം. പിന്നെ ഇതെങ്ങനെ വാൾപേപ്പർ സെറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കോളിംഗ് നോട്ടിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നല്ലോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് 2.08 ഇഞ്ചസ് ആണ് കേട്ടോ, വലിയ സ്ക്രീനാണ്. സ്ക്രീനും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ ആപ്പ് വിയർപിറ്റ് പ്രോ തന്നെ. പിന്നെ അതേപോലെ തന്നെ അതാ കോളിംഗ് നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് നോക്കാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതാ വാൾപേപ്പേഴ്സ്, ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇത് അടിപൊളി വാൾപേപ്പറാണ്. ഇവിടെ ഒക്ടോബർ മൺഡേ എന്നുള്ള കറക്റ്റ് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മെനു സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഒരുപാട് മെനു സ്റ്റൈലുണ്ട്. പിന്നെ വാൾപേപ്പേഴ്സ് ഉണ്ട്, ഒരു 5-6 വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാൾപേപ്പേഴ്സ് വേണമെങ്കിൽ ആപ്പിലുണ്ടാവും കേട്ടോ. ആപ്പിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, അപ്പോൾ അതിലുണ്ടാവുന്നതായിരിക്കും. വാൾപേപ്പേഴ്സ് എങ്ങനെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാണിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. എന്നിട്ട് നിർത്താൻ വേണ്ടി ഇതൊരു വെറൈറ്റി വാച്ച് ആയതിനെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം. പക്ഷേ ഇത്രയും ക്വാളിറ്റി ഈ വാച്ചിനുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. അതോടെ സ്പോർട്സ് മോഡാണിത്. ഓക്കെ, സ്പോർട്സ് മോഡ്. പിന്നെ സെൻസർ കാര്യങ്ങളെല്ലാം വർക്കാണെന്ന് നോക്കാം നമുക്ക്. കയ്യിൽ കെട്ടിട്ടാകുമ്പോൾ എങ്ങനെ റൂഫ് ചെയ്താൽ ലുക്ക് ഉണ്ടോ? ഒരു ഫിറ്റ് ഉണ്ട് കേട്ടോ. ഇത് സ്ട്രെച്ച് ഉണ്ട് കേട്ടോ, കുറച്ച് സ്ട്രാപ്പ് കുറച്ച് സ്ട്രെച്ച് ഉണ്ട്. നല്ല സാധനമാണ് ഇത്, കുറച്ച് സ്ട്രെച്ച് ആയിട്ടുണ്ട് സ്ട്രാപ്പെല്ലാം. നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്, കാണുന്നുണ്ടോ? ഡിസ്പ്ലേയിൽ ടൈം കാണിക്കുന്നതാണുണ്ടോ? പിന്നെ അതേപോലെ തന്നെ സെൻസർ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് വർക്കാകുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റേ ഇത് എന്താണ്, ഇത് ബി പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ബി പി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. കുറേ അല്ല ബി പി എൽ ചെക്ക് ചെയ്യാണ്ട്. എന്താ പറഞ്ഞാൽ ഒന്നാമത് ഇത് ഫുള്ള് ഫിറ്റാണ് നമ്മളെ കൈക്ക്. സ്ട്രാപ്പ് പത്തത്തന്നെ ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ സ്ട്രാപ്പ് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. പക്ഷെ ഒന്നുമില്ല, അടിപൊളിയാണ്. ബി പി ഒന്ന് ആയിട്ട് വരട്ടെ. ഇതാണ് ഇതിൻ്റെ ലുക്ക്, കാണുന്നുണ്ടോ?
ഇതിൻ്റെ ബാക്കിൽ സെൻസർ വർക്ക് ആകുന്നുണ്ട് കേട്ടോ, സെൻസറെല്ലാം വർക്ക് ആകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിവിടെ സ്പോർട്സിൻ്റെ മറ്റേ ഈ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുത്ത് റൂഫ് ചെയ്ത് സ്പോർട്സ് സ്വിച്ച് ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ബി പി നമ്മളത് ഹൈറ്റ് വന്നു കേട്ടോ, കാണുന്നുണ്ടോ? ബി പി നോർമലാണെന്ന് കാണുന്നു, ചിലപ്പോൾ അധികമായിരിക്കും. എന്താ പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യലായിട്ട് തിന്നിട്ട് വന്നതാണ്. 85 കുറച്ച് കൂടുതലാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാക്കി ഇതെല്ലാം സ്പോർട്സ് മോഡ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് തിരിയുന്നവർക്ക് തിരിയാത്തവർക്ക് ബട്ടൺ തിരിയുന്ന പറ്റില്ല, അങ്ങനത്തെ സംഭവമാണ്. ഇതൊന്നും നമുക്കറിയില്ല, അല്ല അറിയുന്ന ആൾക്കാർ യൂസ് ആയിക്കോട്ടെ. പിന്നെ വോയിസ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ സിരി കാര്യങ്ങളെല്ലാം വർക്കാവുന്നതായിരിക്കും. പിന്നെ വേറെന്ത്, ക്യാമറ ഇത് ഷേക്കാക്കിയാൽ അതിൽ ഫോട്ടോ അടിയുന്നതായിരിക്കും, മറ്റേ ആപ്പ് കണക്ട് ചെയ്ത്. പിന്നെ കോളിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോൺടാക്റ്റ് ഉണ്ട്, ഡയലുണ്ട്, റീസെൻറ്റ് കോൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന് ഇന്ന് മേലോട്ടാക്കിയാൽ നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, ഇവിടുന്ന് മുകളിലോട്ടാക്കി നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അത് ആപ്പ് വഴി കണക്ട് ആക്കി പിന്നെ നോട്ടിഫിക്കേഷനിൽ കാണിക്കും കേട്ടോ. പിന്നെ അത് ഞാൻ കാണിച്ചത് എങ്ങനെ കണക്ട് ആണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇതോടെ ഈ സാധനം എനേബിൾ ചെയ്തിട്ട് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് അതിൽ സെർച്ച് ആക്കിയാൽ വാച്ച് കോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ആക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. അതും കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഉണ്ട്, അതും കൂടി ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് ബ്ലാക്ക് കളറാണ്. അതും നല്ലുണ്ട്, സ്ട്രാപ്പെല്ലാം നല്ലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് 105 ദിറംസിന് ഓൾ ഓവർ UAE ഫ്രീ ഡെലിവറി ആക്കി തരും കേട്ടോ. എത്ര? 105 ദിറംസിന് ഓൾ ഓവർ UAEയിൽ എവിടെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ആക്കി തരും. അപ്പോൾ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വീഡിയോ ഇതായിപ്പോന്ന് കട്ടായി പോന്ന്. അപ്പോൾ 2 കളറാണ് വരുന്നത്. ഇതാ ഇതിൻ്റെ ബ്ലാക്കിലും അതേപോലെ തന്നെ ബ്ലാക്ക് ലുക്കെല്ലാം ഉണ്ട് കേട്ടോ, നല്ല ലുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഓറഞ്ചാണ് ഒന്നും കൂടി ലുക്ക്. എന്താണെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിലല്ലേ ഈ സാധനം വന്ന്, അതുകൊണ്ടാണ് ഓറഞ്ച് ലുക്ക്. പിന്നെ എന്നാലും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബ്ലാക്ക് ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. എന്താ പറഞ്ഞാൽ കൈക്ക് കെട്ടുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് അല്ലേ? ബ്ലാക്ക് നല്ല ലുക്ക് ഉണ്ട് കൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. കമൻ്റ് ഒന്നും വരുത്തില്ല, 1-2 കമൻറ്റ് വരെ വരുത്തില്ല കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഗൈസ് എങ്ങനെ വാൾപേപ്പർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മളെ വിയർപിറ്റ് പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അഗ്രി അതോടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ പോയിട്ട് ഗൂഗിൾ ID ലോഗിൻ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ആപ്പിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ചിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുക, ഓപ്പൺ ആക്കുക, ആഡ് ഡിവൈസ് കൊടുക്കുക, ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ബ്ലൂടൂത്ത് ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ വാച്ചുകൾ ഒരുപാട് വരുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വാച്ചുകളുണ്ട്. അപ്പോൾ X8 അൾട്ര ഇതന്നെ കണക്റ്റ് ആക്കി കൊടുക്കുക. X8 അൾട്ര ഇത് രണ്ടും നമ്മളടുത്തുള്ള സാധനമാണ്. ഏതാ കണക്റ്റ് ആണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ നോക്കിക്കില്ല ഏതാ സീരിയൽ നമ്പർ എന്ന്. ജസ്റ്റ് ഒന്ന് കണക്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് കേട്ടോ രണ്ടിൻ്റെയും. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല, അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ബ്ലാക്ക് കേട്ടോ ഒന്നും കൂടി ലുക്ക് കാണുന്നത്. ബ്ലാക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വൈബാണ് ബ്ലാക്ക്. ഹട്ടാറ് സാധനമാണ് ബ്ലാക്ക് കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു, കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വിയർപിറ്റ് പ്രോ ഒന്ന് ജസ്റ്റ് അലോ കൊടുത്തിട്ട് ബാക്ക് വരാം കേട്ടോ. ഓക്കെ, ടർൺ ഓൺ നോട്ടിഫിക്കേഷൻ എല്ലാം അലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളെ ഓറഞ്ചാണ് കണക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ ഒരുപാട് വാൾപേപ്പേഴ്സ് ഇതിലുണ്ട് കേട്ടോ. കമ്പനി കൊടുക്കുന്ന ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതിൽ. ഓക്കെ, എല്ലാ സാധനവും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ പേയ്മെൻറ്റിനെ കാണിക്കുന്നത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ താഴെ വന്നാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കസ്റ്റം സ്ക്രീൻ സേവർ. അത് നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പൊസിഷൻ കൊണ്ടൊരു താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ആക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ നമ്മളെ ഫോട്ടോ ഒന്ന് വെറുതെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതേ ഫോട്ടോ തന്നെ ഒരുപാട് പ്രാവശ്യം വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് ക്രോപ്പ് കൊടുത്താൽ ഇവിടെ ഇൻസ്റ്റാൾ കൊടുത്താൽ നമ്മളെ വാച്ചിലേക്ക് വാൾപേപ്പർ സെറ്റായി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വാൾപേപ്പർ സെറ്റായിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. സെറ്റാവട്ടെ. 2% ആയിട്ടുണ്ട്. സെറ്റായ പിന്നെ കാണിച്ചാൽ 97% ആയിട്ടുണ്ട് കേട്ടോ. 90 വാൾപേപ്പർ നമ്മളത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതാ കാണണ്ട, വാൾപേപ്പർ സെറ്റായിട്ട് എന്താ ക്ലാരിറ്റി നോക്കുക. അട്ടാറ് ക്ലാരിറ്റിയാണ് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണുന്നില്ല കേട്ടോ. ശരിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോളി അടിപൊളി സാധനമാണ്. ലുക്കൊന്നും പറയാനില്ല കേട്ടോ. നല്ല മാസ് ലുക്കാണ്, ക്ലിയറാണ് സാധനം. പിന്നെ ബാക്കി എന്തെന്നാ നോട്ടിഫിക്കേഷന് കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ കോൾ എങ്ങനെ ചെയ്യാം കേട്ടോ. ഇന്ന് കോൾ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ കോൾ ചെയ്യണമെങ്കിൽ വേറൊരു ഓപ്ഷൻസ് ഓൺ ആക്കണം. ബ്ലൂടൂത്തിൽ ഇവിടെ പോയിട്ട് വാച്ചിൻ്റെ കാണിക്കുന്നുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇത് ബ്ലൂടൂത്തിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. ബ്ലൂടൂത്തിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ അവിടെ വാച്ച് കോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും കേട്ടോ. ഇപ്പം വരും. അപ്പോൾ അതിൽ നിന്ന് കോൾ ചെയ്യാനും സംസാരിക്കാനും എല്ലാം പറ്റും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. വാച്ച് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ വന്ന് ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വാച്ചിൽ നിന്ന് കോൾ ചെയ്ത് സംസാരിക്കാനും പിന്നെ അതേപോലെ തന്നെ എല്ലാ സംഭവം കഴിയും കേട്ടോ. ഇതിൽ മറ്റേ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വർക്കാവും. ഇനി ഫോണിലൊന്നും വർക്കാവില്ല. പിന്നെ ഫോണത്തെ സ്പീക്കർ ഓഫായിരിക്കും, ഈ വാച്ചത്തെ സ്പീക്കറിലായിരിക്കും കോളിങ് നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നത് കേട്ടോ. മെസ്സേജസ് ഒന്നുമില്ല, നോട്ടിഫിക്കേഷന് ഒന്നും വന്നിട്ടില്ല പുതിയത്. പിന്നെ നമുക്ക് കോളിൻ്റെതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. കോൾ 0501557960. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ടച്ചെല്ലാം നല്ല സ്മൂത്ത് ഉണ്ട്. ഓക്കെ, എൻ്റെ നമ്പറിലേക്ക് തന്നെ കോൾ ചെയ്യുന്നതാണ്. ഓക്കെ, എന്താ കോൾ പോകുന്നുണ്ട്. ഇതാ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കോൾ പോകുന്നുണ്ട്. അതേമാതിരി തന്നെ തിരിച്ചു പോകാം. അതേമാതിരി തന്നെ കേട്ടോ. ഇങ്ങോട്ടും കോൾ വരും. ഇൻകമിങ് കോൾ റിസീവ് ആക്കി സംസാരിക്കാനെല്ലാം പറ്റും. നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ തന്നെ പിന്നെ വയർലെസ് ചാർജിങ്, പിന്നെ അതിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തെല്ലാം വേണ്ടി എല്ലാം എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും എനേബിൾ ചെയ്ത് വെച്ച് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നോർമൽ സ്മാർട്ട് വാച്ചിലുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. കുറച്ച് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഷോർട്ട് വീഡിയോ കൺട്രോളും പിന്നെ അതേപോലെ തന്നെ NFC കാര്യങ്ങളെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ്. പിന്നെ ഈ സ്ട്രാപ്പ് തന്നെ നോക്ക്, നല്ല ഒരു ബാൻഡ് കെട്ടിയ മാതിരി ഉണ്ട് കേട്ടോ കൈക്ക്. നല്ല ഹെവി ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, കൈക്ക് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.